ഓക്കെ. സിറിയസ് എജുവിന്റെ ഈ പ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം. പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ പുതിയ ഒരുപാട് സ്വപ്നങ്ങളിലേക്കും ഒരുപാട് പ്രതീക്ഷകളിലേക്കും ഒരുപാട് ആഗ്രഹങ്ങളിലേക്കും ഒക്കെ ആയിട്ടും കൂടിയാണ് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും ഒരു പുതിയൊരു ദിവസം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു വർഷം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വയസ്സ് കഴിയുമ്പോൾ നേരത്തേനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആവണം, കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മൾ എല്ലാവരും പ്രതിജ്ഞ എടുക്കുന്നതാണ്. പലപ്പോഴും അത് മുന്നോട്ട് പോയി കുറച്ചടുത്തുമ്പോഴേക്കും ആ ഒരു ഫ്ലോ കൊണ്ട് പോവുകയും പിന്നീട് പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എനിവേ, പക്ഷേ നമ്മൾ ചില ഉറച്ച തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്കത് വിജയിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളിൽ നിന്നും ഒരുപാട് ആളുകളുടെ പുതിയ കാലത്തുള്ള അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടു കൂടിയും കോൺഫിഡൻസോടു കൂടിയും മനക്കരുത്തോടു കൂടിയും നമ്മൾ ഏതൊരു സ്റ്റെപ്പാണ് മുന്നോട്ട് വെക്കാൻ തീരുമാനിച്ചെങ്കിലും അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. ആ ഒരു സംഗതി, ആ ഒരു പിന്നെ എന്താ പറയാ, ആ ഒരു ഇറങ്ങിത്തിരിക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു പ്രാപ്തി, അത് നമ്മുടെ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ ആരംഭിക്കാൻ തോന്നുന്നു. വെൽക്കം ഓൾ ടു ടുഡേസ് വർക്ക്ഷോപ്പ്. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് കുറച്ച് ആളുകളേ ഉള്ളൂ, ഒന്ന് പരിചയപ്പെടാം. ഇതൊരു ഒഫീഷ്യൽ പ്രോഗ്രാം അല്ല, ജസ്റ്റ് നമ്മളുടെ പിന്നെ തോട്ടുകൾ ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ സ്കില്ലുകൾ പരസ്പരം പല കഴിവുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇത്തരമൊരു പൊതുവേദിയിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെയും കപ്പാസിറ്റിയും സ്കില്ലും ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാനും നേടാനും അതുപോലെ തന്നെ കൊടുക്കാനും, അല്ലെങ്കിൽ കിട്ടാനും വാങ്ങാനും ഒപ്പം തന്നെ കൊടുക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ ഈ ഒരു വേദിയെ ഉപയോഗപ്പെടുത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് പ്രത്യേകിച്ച് പുതിയ ടെക്നോളജിയുടെ സാധ്യതകളെ കുറിച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ഒരുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 21st സെഞ്ചുറി സ്കില്ല് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്കൊക്കെ പരിചയമുണ്ടാവും, അല്ലെങ്കിൽ പല തവണ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ, ലൈഫ് സ്കില്ലുകൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ലുകൾ, ഇൻഫർമേഷൻ സ്കില്ലുകൾ, ഇങ്ങനെ നമുക്ക് പുതിയ കാലത്ത് പിടിച്ചു നിൽക്കാൻ, പുതിയ കാലത്ത് അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം, എങ്ങനെ നമുക്ക് കരസ്ഥമാക്കാം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. നമ്മൾ പഠിക്കുക മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറക്ക് കൂടി പഠിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഒരു ഓപ്പൺ ആയിട്ട് ഒരു ഡിസ്കഷനും ഒപ്പം തന്നെ എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേദി എന്ന നിലക്കാണ് ഈ ഒരു അവസരം ഈ ഒരു പുതുവത്സര ദിനത്തിൽ തന്നെ ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു അർത്ഥത്തിൽ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് ഒരു പേരും അവരുടെ ഏരിയ ഒന്ന് പരിചയപ്പെടുത്താൻ നന്നാവും. പേരും സ്ഥലവും അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയകൾ പരിചയപ്പെട്ടാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ തോന്നും. അപ്പോ ഓരോരുത്തർക്കും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ വീഡിയോ ഓൺ ചെയ്യാം ആദ്യത്തെ കുറച്ച് സമയം. ഓക്കെ, നമ്മൾ നേരത്തെ പരിചയമുള്ള ആളുകളും പരിചയമില്ലാത്ത ആളുകളും എല്ലാവരും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം നമുക്ക്. എന്റെ പേര് അസ്മാ നസ്രീൻ. ഞാൻ യൂണിവേഴ്സിറ്റി ന്യൂട്രീഷൻ ട്രെയിനറാണ്. പോരെ, ഒന്നുകൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് വാചകം കൂടി പറഞ്ഞോളൂ. ഓക്കെ. റൈറ്ററാണ്, 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും സ്റ്റുഡന്റ് ആണ്. ഇപ്പോ PhDക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിലാണ്. ഇപ്പൊ താമസം യൂണിവേഴ്സിറ്റിയില്. ഓക്കെ ഓക്കെ, അടുത്ത് നെക്സ്റ്റ് ഹായ്, ഐ ആം സലീം. സലീം ഫ്രം കൊണ്ടോട്ടി. സലീം സാർ. സുനിൽ ആ സാർ ആ പരിചയമുണ്ടല്ലോ നേരത്തെ, മണ്ണാർക്കാട്. ഓക്കെ, ഉം, ഉം. ഞാൻ മോണ്ടിസറി സ്കൂളിൽ അഡ്മിൻ ആണ്, പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ട്രെയിനറുമാണ്. ഓക്കെ, ഓക്കെ ഓക്കെ കൊണ്ടോട്ടിയാണ് സ്വദേശം. ഓക്കെ ഓക്കെ
പിന്നെ ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളി. ഹലോ, ഞാൻ മുഹ്സിന, ഹൗസ് വൈഫാണ്. ഞാൻ എന്താണ് ഇതിൽ പറയുന്നതെന്നും കൂടി കേൾക്കാൻ വേണ്ടി കയറിയതാണ്. ഓക്കെ. എഐനെ പറ്റിട്ട് നിങ്ങൾ കുറെ എഴുതിയതൊക്കെ കണ്ടു. അപ്പൊ എന്താണ് അതിൽ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ്. എഴുതിയത് എങ്ങനെ എവിടുന്നാണ്ടേ? ആരാമത്തിൽ ഇപ്പൊ എഴുതിയ കണ്ടു, അത് ഫുള്ള് ഓക്കെ വായിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. വായിച്ച അഭിപ്രായം പറയും. ശരി ശരി. ഓക്കെ. പിന്നെ ഫരീദ. കവിത നിലമ്പൂർ അമ്പാട്. ഓക്കെ സിജി വളണ്ടിയർ ആണ്. ഓക്കെ ഓക്കെ. പിന്നെ കുഞ്ഞാമത്, മൈമുന, സാൻജത്ത്, അതാരാണ് മനസ്സിലായില്ല. ആയിഷ, സദീഖത്ത്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളി. ഹായ്, ഞാൻ ഐഷ, മാവൂരാണ് സ്വദേശം, കോഴിക്കോട്, ടീച്ചറാണ്. ഓക്കെ ഞാൻ മുൻപ് സുധീർ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ക്യാമ്പില്. ഓക്കെ. നമ്മുടെ ടെക് കഫേയിൽ അറ്റൻഡ് ചെയ്ത സ്റ്റുഡന്റും കൂടിയാണ്. ഓക്കെ. അതെ അതെ. അസ്മ പിന്നെ നമ്മുടെ വൺ ഡേ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്ത ഒരാളും കൂടിയാണ്. ഓക്കെ. സദീഖത്ത്. സാർ, ഞാൻ സദീഖത്ത്. സാർ, ഹലോ, ക്ലിയർ ആകുന്നില്ല, പറഞ്ഞോളൂ. ഞാൻ സദീഖത്ത്, ടീച്ചറാണ്. ഓക്കെ. സ്ഥലം എവിടെയാണ്? കൊല്ലം. ഓക്കെ ഓക്കെ. ആ. പിന്നെ ഇനി ആരുണ്ടോ? നേരത്തെ ക്ലാസ് ഓക്കെ ഓക്കെ. ആരെങ്കിലും ഉണ്ടോ പറയാൻ? ഹലോ, അസ്സാം വലൈക്കും. ഞാൻ സൗദാബി. ഓക്കെ. തജ്നീദ് എന്റെ കമ്പനിയുടെ പേരാണ്. നമ്മൾ ടെക് കഫേയിൽ ഉണ്ടായിരുന്നു. ഓക്കെ. കോഴിക്കോട് സൗദാബിയിലെ. കോഴിക്കോട്. അതെ അതെ. ഓക്കെ. HR ആണ്. എന്ന് വെച്ചാല് ആളുകൾക്ക് ജോലി കൊടുക്കലാണ് എന്റെ ജോലി. ജോലി കൊടുക്കുന്ന പണിയാണല്ലേ? ഓക്കെ. അതെ അതെ. എബ്രോഡിലേക്കാണ് മെയിൻ ആയിട്ട് റിക്രൂട്ട്മെന്റ്. ഇവിടെ ലോക്കലായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിന്റെ അത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ ഓക്കെ. മൈമുന. അസ്സലാമലൈക്കും. ഞാൻ ഹെവൻസ് ഉളിയിൽ വർക്ക് ചെയ്യുന്നു. ഉളിയിൽ ഓക്കെ ഹെവൻസ്. ഓക്കെ ഓക്കെ. നമുക്ക് ഇന്ന് ഒരു പിന്നെ സെഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഏരിയയാണ് 21st സെഞ്ചുറി സ്കിൽ എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് എല്ലാവരും എങ്കിൽ ജസ്റ്റ് ഒരു എസ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നോ ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യാം. ഈ പറയുന്ന സംഗതിയെ കുറിച്ചുള്ള കൃത്യമായ ആ 21st സെഞ്ചുറി സ്കിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ എസ് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നോ ടൈപ്പ് ചെയ്യാം. ഓക്കെ. ജസ്റ്റ് ചാറ്റ് ചെയ്യുക എല്ലാവരും. ഉള്ള എല്ലാവരും ചാറ്റ് വരണം. ഓക്കെ. ചാറ്റ് ചെയ്തോളൂ. രണ്ടാളെ ചാറ്റ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ചാറ്റ് ചെയ്യുക. നമ്മൾ ഫുള്ളി ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഒരാൾ സംസാരിക്കുക, ഒരാൾ പ്രസംഗം കേൾക്കുക എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട്, ഓക്കെ, എല്ലാവരും നോ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യത്തിലെ വിഷയത്തിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ഇത് കുറെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി പിന്നെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട പ്രധാനപ്പെട്ട സ്കില്ലാണ് ഈ 21st സെഞ്ചുറി സ്കില്ലിൽ പെടുന്നത്. ഇത് ഓരോന്നും സെപ്പറേറ്റ് ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ബാക്കി ചിലപ്പോൾ കേട്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പിന്നെ പലപ്പോഴായി കേൾക്കുന്ന വിഷയങ്ങളും പലപ്പോഴായി ക്ലാസ്സുകളിലൊക്കെ അറിയാവുന്നതും കേട്ടിരിക്കുന്നതുമായ വിഷയങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ അതിന് കൃത്യമായ ഒരു രൂപരേഖയിൽ തയ്യാറാക്കുകയും അത് WHO തന്നെ ഒരു സജഷനും ഒപ്പം തന്നെ മാർഗനിർദ്ദേശവും ആ വിഷയത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വേർഡ് 21st സെഞ്ചുറി സ്കില്ല് എന്ന് പറഞ്ഞിട്ട് തന്നെ അത് പ്രത്യേകമായിട്ട് പല ട്രെയിനിങ് പ്രോഗ്രാമുകളും ഇതിനെ വെച്ചുകൊണ്ട് നടക്കാറുണ്ട്. ഓക്കെ. ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട്, ജസ്റ്റ് വെച്ച്.
ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. പ്രധാനമായിട്ടും അതിൽ വരുന്ന സംഭവങ്ങൾ 3 കാറ്റഗറി ആയിട്ടാണ്. ഇത് പല രീതിയിലും പല പിന്നെ രീതിയിൽ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 കാറ്റഗറിയാണ്. ലേണിംഗ് സ്കില്ലുകൾ, ലിറ്ററസി സ്കില്ല്, ലൈഫ് സ്കില്ല് എന്ന് പറയും. ലേണിംഗ് സ്കില്ല് എന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ ചിന്താപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയാ പിന്നെ ബൗദ്ധികപരമായിട്ടുള്ള ഏരിയയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്കില്ലുകളാണ്. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നാണ് അതിൽ ഒന്നാമത്തത്. ഇത് നമ്മൾ സ്വായത്തമാക്കുക, പഠിച്ചെടുക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്കും കൊടുക്കേണ്ട, പുതിയ കാലത്ത് പ്രത്യേകിച്ച് കിട്ടേണ്ട സ്കില്ലുകളാണ് ഇതെന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്കൊക്കെ അറിയാം. ഇതിൽ ഓരോ വിഷയത്തിലും ശരിക്ക് വർക്ക്ഷോപ്പുകളും അല്ലെങ്കിൽ 1, 2, 3 വിഷയങ്ങളിൽ ട്രെയിനിങ് വർക്ക്ഷോപ്പുകളൊക്കെ വെക്കേഷനിൽ പല ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിജി അടക്കമുള്ള പല ടീമും ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആക്ടിവിറ്റിയിലൂടെ, ഒരുപാട് പിന്നെ പരിശീലനങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള ടീമുകൾ കൊടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു വിഷയം പറഞ്ഞു പോകുന്നതിലപ്പുറം ഇതിന്റെ പ്രാക്ടിക്കൽ സെഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തിയറി ആയിട്ട് മാത്രമേ നമുക്ക് ഓൺലൈനിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം. ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അതിലൊന്ന്. അതായത് നമുക്ക് ഏതൊരു സംഗതിയെയും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ടീച്ചർ എന്താണ് പറയുന്നത്, മാഷ് എന്താ പറയുന്നത്, അത് അപ്പടി വിഴുങ്ങുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ കുട്ടികൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. കുറച്ചുകൂടി ഏത് കാര്യം പറഞ്ഞാലും അവരത് നേരെ അവരുടെ ചിന്ത ക്രിട്ടിക് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു നിരൂപണ സ്വഭാവത്തിലേക്ക് ക്രിട്ടിക്കൽ ആയിട്ട് ഇത് ഈ സ്കില്ല് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഒരുപക്ഷെ പുതിയ ജനറേഷൻ അത് ഈ അവരുടെ ജന്മനാ തന്നെ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ പലതും അവരിൽ ഉണ്ട്. പക്ഷെ ഓൾഡ് ജനറേഷനോ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനോ സംബന്ധിച്ചിടത്തോളം ഇത് പല സ്കില്ലും ഇൻബോൺ ആയിട്ട് നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഒരു അനിവാര്യതയായിട്ട് പുതിയ കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ, പുതിയ കാലത്ത് കുട്ടികളെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ട്രെയിനർ എന്ന നിലക്ക് അല്ലെങ്കിൽ ടീച്ചർ എന്ന നിലക്ക് തീർച്ചയായും ഉണ്ടാവേണ്ട സംഗതികളാണ് ഇതിൽ ഓരോന്നും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ക്രിയേറ്റിവിറ്റി എന്ന് പറയും. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതിനെ ഒരു പുതിയ രീതിയിൽ നമ്മളൊരു സംഗതി പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് അത് അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ എങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഒരു ഇവൻ ഒരു ഫ്രൂട്ട്സ് ഗസ്റ്റുകൾക്ക് മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ്. വെറുതെ പിന്നെ ഓരോന്നും അരിഞ്ഞ് മുറിച്ച് പ്ലേറ്റിൽ വെക്കുന്നതിന് പകരം അതിൽ പോലും ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നാൽ, അതിൽ പോലും ഒരു വെക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ടെങ്കിൽ ആളുകൾക്ക് അതാണ് അവരുടെ മൈൻഡിലേക്ക് നിൽക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, ഇത് പുതിയ കാലത്ത് വലിയൊരു സ്കില്ലാണ്. ഏതൊരു കാര്യത്തിലും ക്രിയേറ്റിവിറ്റി കണ്ടെത്തുക. അപ്പോൾ എന്ത് ചെയ്യും, ആളുകളെ ആകർഷിക്കുക. നിങ്ങളൊരു ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ബിസിനസ്സുകാരും ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ആഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ അത് ആളുകളെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്രിയേറ്റിവിറ്റി. ആളുകൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സത്യത്തിൽ അതാണ്. ഒരേ ടൈപ്പ് സംഭവങ്ങൾ കാണുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും അനുഭവിക്കുന്നതിനേക്കാളും ആളുകൾ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ലെവലാണ്. ചിലപ്പോൾ ചില പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ആക്ച്വലി എല്ലാം പരസ്യമായിരിക്കും, പക്ഷെ ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ ഇതേപോലെ ക്രിയേറ്റിവിറ്റി ആണ് ഒരു ഏരിയ എന്ന് പറയുന്നത്. ലേണിംഗ് സ്കില്ലിലെ മൂന്നാമത്തെ കൊളാബറേഷൻ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുക, ഒറ്റയ്ക്ക് ജയിക്കുക എന്ന് പറയുന്നത് പുതിയ കാലത്ത് ആ ഒരു കൺസെപ്റ്റ് ഇല്ല. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ, നിങ്ങൾ അവനേക്കാളും മുന്നിലെത്തണം, അവളെക്കാളും മുന്നിലെത്തണം, നീ പിന്നെ അവളെ കണ്ടില്ലേ, അവള് നിന്നേക്കാളും മുന്നിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ അവരെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ നമ്മളെ കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. പക്ഷെ പുതിയ കാലം അതല്ല ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ വിജയിക്കുക മറ്റുള്ളവർ തോൽക്കുക എന്നുള്ള തരത്തിലുള്ള എല്ലാ സംഗതികളും ശരിക്കും മാറേണ്ടതുണ്ട്. പരീക്ഷ സിസ്റ്റം പോലും ഇന്ന് നടക്കുന്ന പരീക്ഷ സിസ്റ്റം പല രാജ്യങ്ങളിലും എടുത്തു പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ വൈകാതെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു പോകും. ഒരിക്കലും മറ്റു കുട്ടികളെ കമ്പയർ ചെയ്തുകൊണ്ട് ആയിരിക്കരുത്. ഓരോരുത്തർക്കും വ്യത്യസ്തരാണ്.
അവരുടെ ഒരു കൊളാബറേഷൻ, പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇനി ഇത് ഈ പറയുന്ന ഓരോ സ്കില്ലും നമുക്ക് എല്ലാ മേഖലയിലും അപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ബിസിനസ്സിലാണെങ്കിൽ രണ്ട് ബിസിനസ്സുകാര് തമ്മിൽ മത്സരിച്ച് തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചിട്ട് രണ്ടു കൂട്ടരും കൂട്ടുന്നതാണോ, രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഇരട്ടി ബിസിനസ്സിലേക്ക് പോകുന്നതാണോ നല്ലത്? ഏതായിരിക്കും നല്ലത്? ഏഹ് ആദ്യം പറഞ്ഞ രീതിയിലാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. പക്ഷേ പുതിയ കാലത്ത് എന്താ വെച്ചാൽ എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊരു സ്വപ്നങ്ങളും നമ്മൾ എന്തൊരു പുതിയൊരു ഒരു വർഷത്തില് പുതുവത്സരത്തിൽ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും ഈ ഒരു സംഗതി നമ്മുടെ ഇടയിൽ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരാള് ഒരു ട്യൂഷൻ സെന്റർ ചെയ്യായിരിക്കും, അയാള് അടുത്തൊരു ട്യൂഷൻ സെന്ററുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് എങ്ങനെ രണ്ടു കൂട്ടർ ഒരുമിച്ച് നിൽക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. ഈവൻ ഒരാൾ ചിലപ്പോ ഒരു പിന്നെ എംബ്രോയിഡറി അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് വർക്ക് ആയിരിക്കും ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ അയാളുടെ പിന്നെ പരിമിതമായിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് പരിമിതമായ സമയത്ത് അത് ചെയ്യുന്നെങ്കിൽ വേറെ ടീം ഇതേപോലെ ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ 10 ടീം ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു ഫേമായി മാറാൻ പറ്റും. അപ്പോ അല്ലെങ്കിൽ വേറെ ടീം പിന്നെ ഒരു എന്താണ് ഒരു ഹെൽത്ത് സംബന്ധമായിട്ടുള്ള സംഭവം ചെയ്യാണ്, അതേ മേഖലയിൽ തന്നെ വേറെ ടീം വേറെ ഒന്നും ചെയ്യുന്നുണ്ടാവും, അതേ മേഖലത്തിന് ഇപ്പുറത്ത് വേറെ ഒന്നും ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ ഒരു 3 ആൾ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പുതിയ ലെവലിലേക്ക് ഉയരാൻ പറ്റും. അപ്പൊ ഒറ്റയ്ക്ക് മുന്നേറുക എന്നതിലുപരി ഒരുമിച്ച് മുന്നേറി കഴിഞ്ഞാൽ തീർച്ചയായും അത് പുതിയ പുതിയ സംഭവങ്ങളിലേക്ക് എത്തും. ഇപ്പോ നമ്മൾ തന്നെ ഇപ്പോ AI-യുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏകദേശം 150 സെഷൻസ് AI ട്രെയിനിങ് നമ്മൾ കഴിഞ്ഞ 1.5 വർഷത്തിനിടക്ക് നടത്തി. അപ്പൊ പല ടീമുകൾ നമ്മൾ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ അവര് ഓൾറെഡി എഡ്യൂക്കേഷൻ മേഖലയിൽ മറ്റൊരു സേവനം ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ നമ്മളുടെ ഒരു സംഭവങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അതൊരു ബെനിഫിറ്റ് ആണ്, നമുക്കും അതൊരു ബെനിഫിറ്റ് ആണ്. ഇങ്ങനെയുള്ള കൊളാബറേഷൻ ആണ് ഇനിയുള്ള കാലത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയാം. അനദർ ഫോർത്ത് വൺ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഓരോന്നും ഞാൻ പറഞ്ഞില്ല, ഒരു വർക്ക്ഷോപ്പ് സ്വഭാവത്തിൽ പോവേണ്ട കാര്യങ്ങളാണ്. ഓരോന്നും പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊന്ന് ലിറ്ററസി സ്കില്ലാണ്. ലിറ്ററസി സ്കില്ല് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് പറയാ, സാക്ഷരത എന്ന് പറയും. പണ്ട് കാലത്ത് നമുക്കറിയാം സാക്ഷരതാ യജ്ഞം, സാക്ഷരതാ മിഷനൊക്കെ ചെയ്തിരുന്നത് എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. കാരണം എഴുത്തും വായനയും അറിയാത്തവരാണ് നിരക്ഷരർ, എഴുത്തും വായനയും അറിയുന്നവർ സാക്ഷരർ എന്നുള്ള കാലത്ത് നിന്ന് മാറിയിട്ട് ഇപ്പോ AI ഈ പുതിയ കാലത്ത് AI അറിയാത്തവരാണ് ശരിക്ക് ഇല്ലിറ്ററേറ്റ്, അല്ലെങ്കിൽ AI അറിയുന്നവരാണ് ലിറ്ററേറ്റ് അല്ലെങ്കിൽ ലിറ്ററസി സ്കില്ല് ഉള്ള ആളുകൾ എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം കുറച്ചു മുമ്പ് എഴുത്തും വായനയാണ് പിന്നെ ഇലിറ്ററസിയുടെ അടയാളമെങ്കിൽ അതിനുശേഷം കമ്പ്യൂട്ടർ ഉപയോഗിക്കലാണ് നിരക്ഷരരുടെ അടയാളമെങ്കിൽ അതിനുശേഷം മൊബൈലും സ്മാർട്ട് ഫോണും ഉപയോഗിക്കലാണ് ഒരു നിരക്ഷരരുടെ അടയാളമെങ്കിൽ ഇന്ന് എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലത്ത് ഇപ്പോ ഒരു പക്ഷെ നിരക്ഷരര് നമ്മളൊക്കെ ആവാൻ ചിലപ്പോ സാധ്യത ഉണ്ട് ഇതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്ന നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലിറ്ററസി സ്കില്ല്, അതായത് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് ലിറ്ററസിയിൽ. ഇൻഫർമേഷൻ സ്കില്ല്, മീഡിയ സ്കില്ല്, ഒരു മിനിമം പുതിയ കാലത്ത് ഒരു മീഡിയ ആക്ടിവിസം, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ്, അതല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റിംഗ്, അതല്ലെങ്കിൽ ഒരു ഫ്ലയർ ഡിസൈനിങ്, ഇങ്ങനെയുള്ള ബേസിക് സ്കില്ലുകൾ നമുക്ക് എല്ലാവർക്കും, മീഡിയ സ്കില്ലുകൾ നമുക്ക് വേണ്ടതുണ്ട്. ഒരു വീഡിയോ ചെയ്യാനും ഒരു മീഡിയ ആക്ടിവിസം, ഇതൊക്കെ മുമ്പൊക്കെ അത് ആരെങ്കിലും ചെയ്താൽ മതിയായിരുന്നു, ഏതെങ്കിലും ടീം ചെയ്താൽ മതി. പക്ഷെ ഇതൊക്കെ ഡെയിലി ലൈഫിൽ ആവശ്യമായി വരുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. മറ്റൊന്ന് ടെക്നിക്കൽ സ്കില്ലാണ്, ടെക്നോളജി. അതും ശരിക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ നേടിയെടുക്കേണ്ട സംഭവങ്ങളാണ്. ഒരുപാട് ടെക്നിക്കൽ ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ടും അല്ലാതൊക്കെ. പക്ഷെ പലതും നമ്മൾ ആ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ള ഫോൺ പോലും എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമുക്കറിയില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. നിങ്ങൾ ഫോൺ എടുക്കുക, പലപ്പോഴും നമ്മൾ ഫോണിൽ തന്നെ പല ഫീച്ചറും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഫോണിൽ നിങ്ങൾ ജസ്റ്റ് സെറ്റിംഗ്സിൽ ഒന്ന് പോവുക. സെറ്റിംഗ്സിൽ പോയിട്ട് ഡിജിറ്റൽ എന്ന് സെർച്ച് ചെയ്യുക. ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ഡിജിറ്റൽ എന്ന് അടിച്ചാൽ തന്നെ കിട്ടും, അല്ലെങ്കിൽ വെൽ എന്ന് പറഞ്ഞാൽ അടിച്ചാൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് തരും. അതായത് നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം നമ്മൾ മൊബൈലിൽ എന്തിനൊക്കെ ചെലവഴിച്ചു എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഒരു ഗ്രാഫ് കാണാൻ പറ്റും. അതിലെത്ര ഓരോരുത്തരും പിന്നെ അവരുടെ സമയം മൊബൈലിൽ എന്തിനൊക്കെ ചെലവഴിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കാണാൻ കഴിയും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്ക്.
ഡിജിറ്റൽ സെർച്ച് ചെയ്താൽ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റ് കൺട്രോൾ എന്നോ മറ്റോ കട ഉണ്ടാവും. എന്നിട്ട് അവിടെ നമുക്കൊരു ഡയഗ്രാം കാണാം. നമ്മുടെ ഇന്നത്തെ ഒരു സംഭവം ഓരോന്നിനും എത്ര സമയം ചെലവഴിച്ചു, എത്ര പിന്നെ ടൈം എടുത്തു, അത് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് വരും. എത്ര മണിക്കൂർ നമ്മൾ ഓരോന്നിനും ചെലവഴിച്ചു, ഓരോ ദിവസവും നമുക്ക് വേണമെങ്കിൽ അത് നോക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നോക്കിയോ? കിട്ടിയോ? കിട്ടിക്കണമെങ്കിൽ ഇന്ന് വാട്സാപ്പിൽ എത്ര സമയം ചെലവഴിച്ചു, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ എത്ര സമയം ചെലവഴിച്ചു നിങ്ങൾക്ക് അവിടെ കാണാം. എന്താണ് ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും? വാട്സപ്പില് 4 മണിക്കൂർ, ഫേസ്ബുക്കില് 1 മണിക്കൂർ, വാട്സപ്പില് 2 മണിക്കൂർ, ഫേസ്ബുക്ക് ഹാഫ് ആൻ അവർ, മറ്റുള്ള കാര്യങ്ങൾ ചെലവഴിച്ചു. യൂട്യൂബ് ഒരു ഒരു 1 മണിക്കൂറിന് മേലെ കാണിക്കും. ഓക്കെ, 1.5. ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടോ? നോക്കി കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടിയിട്ടൊന്നല്ല, ഉണ്ടായിരിക്കും. യാത്ര ഉണ്ടാവും. അതിപ്പോ പറഞ്ഞിട്ട് നാട്ടുകാരെ അറിയണ്ട വെച്ചിട്ട്. ആ പറഞ്ഞ പ്രോസസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ? അതായത് സെറ്റിംഗ്സിൽ പോവുക, എന്നിട്ട് അവിടെ ഡിജിറ്റൽ സെർച്ച് ചെയ്യുക. സെറ്റിംഗ്സിൽ പോയിട്ട് അവിടെ പിന്നെ മൊബൈൽ സെറ്റിംഗ്സിൽ ഇട്ടാ നമ്മള് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ടാവും റൈറ്റ് സൈഡിന് മുകളിലായിട്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ സെർച്ച് ബട്ടൺ അവിടെ ഡിജിറ്റൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഡിജിറ്റൽ വെൽബീയിങ് കുറെ സാധനങ്ങളുണ്ട്. ജസ്റ്റ് അത് മാത്രമല്ല, നമുക്കവിടെ പിന്നെ എന്താ പറയാ കുറെ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് പേഴ്സണലായിട്ട് പിന്നെ ചില ആപ്പുകൾ ബ്ലോക്ക് ചെയ്യാൻ, ചിലങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാൻ കുറെ ഫീച്ചേഴ്സ് അതിലുണ്ട്. പാരന്റൽ കൺട്രോള്, കുറെ സംഭവങ്ങൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. ആപ്പ് ലിമിറ്റ് ചെയ്യാം. ഓരോ ആപ്പ് വേണമെങ്കിൽ സെക്കൻഡ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബെഡ് ടൈം മോഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ പലപ്പോഴും കാണാത്തൊരു സാധനമാണ്, അതേസമയത്ത് യൂസ്ഫുൾ ആയ സാധനമാണ്. സ്ക്രീൻ ടൈം റിമൈൻഡർ, നമുക്ക് ചിലപ്പോൾ കുറേ നേരം സ്ക്രീൻ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു റിമൈൻഡർ, തൽക്കാലം ഒന്ന് മൊബൈലിൽ നിന്ന് നീച്ചു പോകാനായിട്ടുണ്ട് എന്നുള്ളതൊക്കെ റിമൈൻഡർ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. കുറെ ഫീച്ചേഴ്സ് അതിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. 1.5 മണിക്കൂർ വാട്സപ്പ്, 50 മിനിറ്റ് യൂട്യൂബ്. ഓക്കെ, ഇതിലേതാ വാട്സ്ആപ്പ്? ഇന്ന് കാര്യമായിട്ട് എന്തൊക്കെ ജോലി ഉണ്ടായെന്ന് തോന്നുന്നുണ്ട് കേട്ടപ്പോ. ഡയഗ്രത്തിന്റെ ഉള്ളിലുള്ളതാണോ പറയേണ്ടത്? ഡയഗ്രാമിന് ഓരോന്നും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് കിട്ടും. ആ ഓരോ കളറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി കാണിച്ചെന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരും പിന്നെ നമ്മൾ സ്വന്തം തന്നെ നോക്കിയാൽ മതി, ഷെയർ ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ടെക്നോളജി. നമ്മൾ ഇപ്പൊ ഈ സംഭവം ഇത്രയും സമയം നമ്മൾ യൂസ് ചെയ്യുന്നു, പക്ഷെ എന്തൊക്കെ പുതിയ സംഗതികൾ നമുക്ക് പഠിക്കാനായി ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, പുതിയ സാധ്യതകൾ നമ്മൾ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്തു എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ടൈമിൽ കുറെ വേസ്റ്റ് ആയി പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിയാണോ? യെസ്. അപ്പോ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള സ്കില്ലുകൾ കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പുതിയ കാലത്ത് അതിജീവിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ നമ്മൾ സമയം ചെലവഴിച്ച പലതും നമുക്ക് ഒരുപാട് ക്രിയേറ്റീവായ മേഖലയിലേക്ക് തിരിച്ചുവിടാൻ ഇതിന്റെ ഒരു എഫക്റ്റീവ് യൂസ് ഇത് പഠിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ അറിഞ്ഞത് അത് മാത്രം അതിൽ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ ആരാമത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ പുതിയ ലക്കത്തില് ഒരു 6 പേജ് ആർട്ടിക്കിള്, പിന്നെ പ്രത്യേകിച്ച് ലേഡീസിനെ കണ്ടുകൊണ്ട് എഴുതിയതാണ്, വനിതാ മാസിക ആയത് കാരണം തന്നെ. അപ്പൊ അതില് പിന്നെ ജസ്റ്റ് ഒരു പിന്നെ 8-10ഓളം പിന്നെ യൂസ്ഫുൾ ആവുന്ന സൈറ്റുകൾ അല്ലെങ്കിൽ AI കണക്ട് ചെയ്തിട്ടുള്ള ആപ്പുകൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ അതില് പലതും സ്വന്തമായിട്ട് പഠിക്കാവുന്ന കോഴ്സുകൾ, അതുപോലെ തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യങ്ങൾ, AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ പിന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും മക്കളെ ചിലപ്പോൾ ഗൈഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പുതിയ സ്കില്ലുകളിലേക്ക്
നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. മറ്റൊന്ന് ലൈഫ് സ്കില്ലാണ്. ഇത് പിന്നെ നമ്മുടെ സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട സ്കില്ലാണ് മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളത്. അതിൽപ്പെട്ടതാണ് നേരത്തെ അരപ്പ് ചാറ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു റിജിഡായി കഴിഞ്ഞാൽ, നമ്മൾ കുടുസായി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എവിടെയും വിജയിക്കാൻ കഴിയാതെ വരും. അപ്പൊ നമ്മള് ആളുകൾ എന്ത് ചെയ്യാം, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുക. മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും സംഘടനന്റെ നേതാവുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന അർത്ഥത്തിൽ മാത്രമല്ല, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ കാര്യം ശരിയാണോ? ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക്? അതോ ചില ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ആൾക്ക്, സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം മതിയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവർക്കും വേണം. എല്ലാവർക്കും വേണ്ട ഒരു ഓരോരുത്തരും സംഗതിയാണ്. എല്ലാവർക്കും കാരണം നമ്മള് സോഷ്യൽ ആയിട്ട് എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ അവിടെ ഒരു ഹോൾഡ് കിട്ടാന്, നമുക്ക് അവിടെ ഒരു നമ്മളുടെ വോയിസിന് പ്രിവിലേജ് കിട്ടാന്, നമ്മൾ അവിടെ നമ്മളുടെ ഒരു അടയാളം അവിടെ സ്ഥാപിക്കാൻ, നമ്മളുടെ ഒരു മുദ്ര അവിടെ ചാർത്താന്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രസൻസ് അവിടെ ഫീൽ ചെയ്യാന്. 100 ആള് നമ്മളൊരു സ്ഥലത്ത് കൂടുന്ന, അല്ലെങ്കിൽ 100 പേരിൽ ഒരാളായിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് അവിടെ ഒരു മേൽക്കൈ കിട്ടാനും അങ്ങനെ നിൽക്കാൻ തയ്യാറുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണ് എല്ലായിടത്തും വിജയിക്കുള്ളൂ. നമ്മളെപ്പോഴും പിറകോട്ടെപ്പോ പോരുന്നോ അപ്പോഴും നമ്മൾ പരാജയത്തിലേക്കാണ് പോവുക. അപ്പോൾ ആ ഒരു ലൈഫ് സ്കില്ല് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. ഇനീഷ്യേറ്റീവ് ആണ് മറ്റൊരു സംഗതി. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു തുടക്കമിടാൻ കഴിയുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞോളന്നില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷെ ഒരു കാര്യമെങ്കിലും നമുക്ക് തുടങ്ങാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഈ സ്കില്ല് തീർച്ചയായും നമുക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ഇത് ചിലപ്പോൾ തുടക്കമിടാൻ വലിയ അധ്വാനം വേണ്ടതില്ല, വലിയ പണച്ചെലവ് ഉണ്ടായിക്കൊള്ളുന്നില്ല, വലിയ തരത്തിലുള്ള റിസ്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ജസ്റ്റ് ഒരു സംഭവം മാത്രമായിരിക്കും. ഒരു ഷോർട്ട് ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. അതായത് ഒരു കുട്ടി ഒരു വലിയൊരു അപകടം നടക്കണം, അതായത് ഒരു പെരുമഴയത്ത് ഒരു മരം കടപുഴകി റോഡിലേക്ക് വീഴാണ്. ആ വീഴുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, എല്ലാ ട്രാഫിക് പോലീസ് ഒക്കെ അന്താളിച്ച് നിൽക്കുന്നു. എല്ലാ വണ്ടിയിലെ ഡ്രൈവേഴ്സും ആകെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ ആ മഴയത്ത് നിൽക്കുകയാണ്. അപ്പൊ ഒരു സ്കൂൾ കുട്ടി കൂടെ പോരുന്നുണ്ട്. അപ്പൊ സ്കൂൾ കുട്ടി എന്ത് ചെയ്തു, വലിയൊരു മരമാണ്, പെട്ടെന്ന് എടുത്ത് മാറ്റലൊന്നും എളുപ്പമല്ല, റോഡ് അങ്ങനെ ബ്ലോക്കായി നിൽക്കുകയാണ്. അതേപോലെ തന്നെയാണ് പോലീസും നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ചെറിയ കുട്ടി ആ വീണ മരത്തിന്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ആ ചാരി കിടക്കുന്ന, അല്ലെങ്കിൽ വീണ് കിടക്കുന്ന മരത്തിന്റെ ഒപ്പേ ആ കുട്ടിയുള്ളൂ. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്യാണ്, തന്റെ സ്കൂൾ ബാഗുമായിട്ട് നേരെ ആ മരത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ മരത്തെ പിടിച്ച് തള്ളുകയാണ്. ഒരു ചെറിയ കുട്ടി നടു റോട്ടിൽ വന്നിട്ട് ആ മരത്തെ പിടിച്ച് തള്ളുകയാണ്. ആക്ച്വലി ആ കുട്ടിക്ക് അറിയാം, ഞാൻ തള്ളിയാൽ ഈ മരം പോകില്ലാന്ന്. പക്ഷെ ആ കുട്ടി അവിടെ ചെയ്തത് ഒരു ഇനീഷ്യേറ്റീവാണ്. ആ കുട്ടിയുടെ കൈവച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഇത് കണ്ട കുറച്ച് യാത്രക്കാര് അതിനെ കൈവെക്കാൻ തീരുമാനിച്ചു. അവസാനം ഒരുപാട് ആളുകൾ കൈവച്ചു. ഈ കുട്ടി കൈവച്ചതിന്റെ പിന്നാലെ ആ നാട്ടിലെ ആളുകൾ മൊത്തം വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അതുപോലെ തന്നെ സീറ്റിൽ നിന്നൊക്കെ ഇറങ്ങി, എല്ലാവരും ആ മഴയത്ത് ഒരുമിച്ച് കൈവച്ചു. ഒരുമിച്ച് കൈവച്ചപ്പോൾ വളരെ സുന്ദരമായിട്ട് ആ മരം നീങ്ങി, എല്ലാവരും സ്മൂത്തായി പോയി. ആക്ച്വലി ആ കുട്ടി അവിടെ ചെയ്തത് ഈ ഇനീഷ്യേറ്റീവാണ്. തുടങ്ങി വെക്കുക, പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തുടങ്ങി വെക്കുക. അപ്പൊ ആ ഒരു കാര്യത്തിന്റെ റിസൾട്ട് ആക്ച്വലി അതിന് അവകാശപ്പെട്ടത് ആ കുട്ടിയാണ്, ആ ഇനീഷ്യേറ്റീവ് ചെയ്ത കുട്ടിയാണ്. അപ്പൊ ഇത് ഓരോ സംഗതികൾക്കും ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇത് പല അനുഭവങ്ങളും നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ. ഇപ്പൊ ഞാൻ ആക്ച്വലി നമ്മുടെ പേഴ്സണൽ സംഗതി തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോ സീരിയസ് എഡ്യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം, ഇതൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. കാരണം AI-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ജസ്റ്റ് തുടങ്ങിയ ഉടനെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്കൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരു വാക്ക് കേട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയണം. ആ അറിയണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അത് സമൂഹത്തിന് ഇപ്പൊ ഇനിയുള്ള കാലത്ത് ആവശ്യമാണെന്ന് ബോധ്യമാവുകയും ജസ്റ്റ് എന്ത് ചെയ്ത് വെച്ചാല്
ഒരു വെബിനാർ നടത്തുകയാണ് ചെയ്തത്. ഇതേപോലെ ഒരു വെബിനാർ, ഒരു ഫ്രീ വെബിനാറാണ് നടത്തിയത്. അപ്പൊ അതില് നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ അറിയുന്ന കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, അതില് ആ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി. നമ്മൾ ജസ്റ്റ് അത് ഹോസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അതിലൂടെ നമ്മൾ കൂടുതൽ പഠിക്കുന്നു, ആ ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുന്നു. അതിനുശേഷം കഴിഞ്ഞൊരു വർഷത്തിനിടക്ക് ഏകദേശം 10,000-ഓളം ടീച്ചേഴ്സ്, അല്ലെങ്കിൽ 10,000-ഓളം ടോട്ടൽ ആളുകൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും AI-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓറിയന്റേഷൻ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ലെവലിലേക്ക്, അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് കാണിക്കുന്ന ലെവലിലേക്ക് നമുക്കൊരു അവസരം ചെയ്യാൻ കഴിഞ്ഞു. ഇതൊരു ഇനീഷ്യേറ്റീവാണ്. ഇതേപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിരിക്കും ചിലപ്പോൾ വലിയ കാര്യത്തിലേക്ക്, വലിയ ലക്ഷ്യങ്ങളിലേക്കും വലിയ ടാർഗറ്റുകളിലേക്കും ഒക്കെ എത്തുക. അപ്പൊ അങ്ങനെ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കില്ലാണ്. മറ്റൊന്ന് പ്രൊഡക്ടിവിറ്റിയാണ്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഏതൊരു സംഗതിക്കും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്ന ഒരു കാര്യമാണ് പ്രൊഡക്ടിവിറ്റി. എല്ലാത്തിലും ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം. വെറുതെ ഒരു സാധനം ചെയ്യുന്നതിലുപരി അതെന്ത് ചെയ്യണം, പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. നിർമ്മാണാത്മകമായിരിക്കണം, ധനാത്മകമായിരിക്കണം എന്നൊക്കെ പറയും. മറ്റൊന്ന് സോഷ്യൽ സ്കില്ലാണ്. ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ, ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ സ്കില്ലുകളുണ്ട്. ഇതും നമുക്ക് 21st സെഞ്ചുറി സ്കില്ലിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കില്ലാണ്. ഓക്കെ, എനിവേ നമുക്ക് ഇത്തരം ഒരുപാട് സംഗതികൾ, ഇത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരുപാട് സ്കില്ലുകൾ ഉണ്ട്. ഇതിൽ തന്നെ പലതരത്തിലുള്ള ഇതിന്റെ വ്യത്യസ്ത പാറ്റേണിൽ ഇതിന്റെ തന്നെ വ്യത്യസ്ത കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഡീപ്പായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. ഈ ഒരു പുതിയ വർഷം, പുതുവത്സരം, ഇത്തരത്തിലുള്ള സ്കില്ല് നേടിയെടുക്കാനുള്ള ഒരു പ്രതിജ്ഞയായിട്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ എന്നുള്ളതാണ് വിനീതമായിട്ട് ചോദിക്കാനുള്ളത്. നമുക്ക് ഈ ഒരു വർഷം ഒരു ടാർഗറ്റ്, നമുക്ക് ഇത്തരത്തിലുള്ള സ്കില്ലിൽ നമുക്ക് 2025 കഴിയുമ്പോഴേക്കും എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു 1 വേ പ്രസന്റേഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ. ഓപ്പൺ ഡിസ്കഷൻ ആണ്. എല്ലാവർക്കും സ്വാഗതം. പറയൂ. ഹായ് സുഹർ സാർ, നമുക്ക് കേൾക്കാമല്ലേ? കേൾക്കാം. ഓക്കെ ഓക്കെ. ആക്ച്വലി ഇപ്പോ 21st സെഞ്ചുറി സ്കിൽസ് സ്കൂളുകളിലൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോ ഇതിനോട് ഒരു ജമ്പ് ചെയ്തുകൊണ്ട് അതിനൊപ്പം ഈ ടെക്നോളജി ആ ഏരിയയിലൊന്നും വളർന്നിട്ടില്ല. ടെക്നോളജി വളർന്നു വരുന്നുള്ളൂ, പക്ഷെ ടെക്നോളജി ആ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബൂമായിട്ടാണ് വളർച്ച കാണുന്നത്. അതിപ്പോ നമ്മളെ മൊബൈൽ ഫോണിന്റെ വരവ് വളരെ സ്ലോ ആയിരുന്നു, പക്ഷെ വന്നു അതിന്റെ പുതിയ തലമുറ വന്നതോടുകൂടി എന്തായി, അതിന്റെ ബൂം അതുപോലെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്കിൽസ് ഒക്കെ നമുക്കൊക്കെ നേടിയെടുക്കേണ്ടി വരും. AI-യുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോ ആർക്കും മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, പുതിയ ജനറേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് ഈ ന്യൂ ഇയറിൽ, അതായത് 2025 ഇന്നലെ രാത്രി 12 മണി മുതൽ ജനിച്ച കുട്ടികളെ പുതിയ ജനറേഷനാണ് അറിയപ്പെടുന്നത്. ആ പേര് ചാറ്റ് ചെയ്യാം. ഇന്ന് മുതൽ ജനിച്ച കുട്ടികൾ പുതിയൊരു ജനറേഷനാണ്. ജനറേഷൻ സ്റ്റഡി നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് പറയാവുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട സാധനമാണ്. ഏത് ജനറേഷൻ ആണ് അറിയോ? സദീഖ, സയ്യാൻ. ബീറ്റ ജനറേഷൻ. ആൽഫ ജനറേഷൻ ആയിരുന്നു നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത്. ബീറ്റ ജനറേഷനിലേക്കാണ് ഇന്നു മുതൽ ജനിക്കുന്ന കുട്ടികൾ കടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽഫ ജനറേഷനെ നമ്മൾ ശരിക്കും പഠിച്ചു വന്നിട്ടില്ല, അവരെ കുറിച്ച് മനസ്സിലാക്കി വന്നിട്ടില്ല. അതിനിടക്കാണ് ഇപ്പൊ ഇനി ബീറ്റ ജനറേഷൻ കടന്നു വരുന്നത്. ഈ ജനറേഷൻ ഗ്യാപ്പ് പോലും ഇനി അധികം ഉണ്ടാവില്ല. മുമ്പൊക്കെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്
ഒരു തലമുറയായിരുന്നു. പക്ഷെ ഇപ്പോ അത് ചുരുങ്ങി ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് എത്ര വർഷം വരുന്ന പോലും ഇപ്പൊ പറയാൻ പറ്റൂല എന്നുള്ളതാണ്. ഉം. അതാണ് ബീറ്റ ജനറേഷൻ. ഓക്കെ, ബാക്കിയുള്ളവരൊന്ന് ഷെയർ ചെയ്യും നിങ്ങളുടേതായ ചിന്തകൾ. എല്ലാവരും ഷെയർ ചെയ്യും, കാരണം നമ്മൾക്ക് ഇത്തരത്തിലുള്ള പിന്നെ സംവാദങ്ങള്, ചർച്ചകള്, ഇനിഷ്യേറ്റീവുകള് നമുക്ക് പിന്നെ സ്കില്ലിൽ പെട്ടതാണിത്. നമ്മൾ ഒരു സംഗതിയില് ഓപ്പണായിട്ട് സംസാരിക്കുക, മിങ്കിൾ ചെയ്യുക, അഭിപ്രായങ്ങള് പിന്നെ ഷെയർ ചെയ്യുക, കൊളാബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് എക്സ്ക്യൂസ് മീ, എല്ലാവരും ഞാനൊരു ചെറിയ കാര്യം കൂടി പറയട്ടെ. ഇപ്പോഴും നമ്മളെ ആളുകൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഞാനിപ്പോ അത് പറഞ്ഞാൽ അവരെന്താ വിചാരിക്കാന്ന് അതെ ആ അതെ ചിന്താഗതി അതാണ് നമ്മൾ മാറേണ്ട. പേടിയാണ്. അങ്ങനത്തെ ആളുകൾക്ക് ഇത്തരത്തിൽ നല്ല ഒരു സ്കില്ലും നേടിയെടുക്കാൻ കഴിയില്ല. എല്ലാരും പറയാ, നമുക്ക് അറിയുന്ന അങ്ങോട്ട് പറയാന്നേ. പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഒക്കെ ഉള്ള പിന്നെ വളർച്ചയോടൊപ്പം തന്നെ പുതിയ തലമുറ കുട്ടികൾ അത്രയും സ്കിൽഫുൾ ആണല്ലോ. അവർക്ക് അവർ ജനിച്ച് വളരുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ അവർക്ക് ഇത് കാണുന്നതുകൊണ്ടും കേൾക്കുന്നതുകൊണ്ടൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. നമ്മളെക്കാളൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു പിന്നെ അവരുടെ പെർഫോമൻസ് തന്നെയാണ്. പക്ഷെ അതോടുകൂടി തന്നെ അവരുടെ പിന്നെന്താ റെസ്റ്റ്ലെസ് ആണല്ലോ പുതിയ ജനറേഷൻ. റെസ്റ്റ്ലെസ് ആണ്, ലാക്ക് ഓഫ് ഫോക്കസ് ആണ്, അങ്ങനത്തെ പല പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ചാലഞ്ച് ഒരു വശത്ത് നമ്മൾ അതിജയിക്കുകയും അതേസമയം പുതിയ പുതിയ ചാലഞ്ചസിന് നമ്മൾ വിത്തിടുകയും ചെയ്യുകയാണല്ലോ. അപ്പൊ അത് സത്യത്തിൽ ആസ് എ ടീച്ചർ ആൻഡ് പേരന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മടുപ്പ് വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഭയങ്കരമായിട്ട് അവര് ഗാഡ്ജറ്റ് അഡിക്ഷൻ, ഓക്കെ, അവരുടെ എന്താണ് പ്രൊഡക്ടിവിറ്റി അതിലൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇത് എവിടെ എത്തും എന്നുള്ള ഒരു ഭയങ്കര ഒരു വേവലാതിയാണ്. സാറേ, ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാരും പറയട്ടെ. എനിക്കൊരു സംശയം കൂടെ പറഞ്ഞോളൂ ഉണ്ട്. പറഞ്ഞോളൂ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. അല്ല സാറേ, ഇപ്പൊ ഈ കുട്ടികൾക്കൊക്കെ നമ്മൾക്കിപ്പോ ചെയ്യുന്ന ഡുവലിംഗോ പോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വളരെ ഹാപ്പിയാണ് അവര്. പുതിയ പുതിയ സാധനങ്ങളെ, പുതിയ പുതിയ ആപ്പുകൾ, അതിന്റെ ആപ്പൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ടീച്ചേഴ്സ് അതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. സ്കൂളുകളൊന്നും ടീച്ചേഴ്സ് ഇപ്പോഴും പഴയ പടിയും പറയരുത് തന്നെ. അതിന്റെ ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികളുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ കുട്ടികൾ വളരെ കൃത്യമായിട്ട് ഒരുപാട് സൈറ്റുകൾ ഉണ്ട്. KG മുതൽ 6 വരെയുള്ള പിന്നെ ഒരുപാട് സൈറ്റുകൾ ഉണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൗകര്യമായിരുന്നു. ഓക്കെ, നമ്മളെ എല്ലാവരും ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മളെ ഗ്രൂപ്പിൽ എല്ലാവരും എത്തിയിട്ടുണ്ടോ? നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, ഈ ഒരു പിന്നെ സ്കില്ലപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഈ ടീമിൽ എല്ലാവരും ഉണ്ടോ? ഇല്ലെങ്കിൽ എല്ലാം ജോയിൻ ചെയ്യും. നിങ്ങളിപ്പോ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയത് അതിൽ തന്നെ താഴെ ലിങ്ക് ഇട്ട് അതിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾ നിലവിലുള്ള ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഗ്രൂപ്പിലായാലും മതിയല്ലോ. ഓക്കെ, പിന്നെ പറയും, അഭിപ്രായങ്ങൾ പറയും. ഞാനൊരു പിന്നെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക് ജസ്റ്റ് അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ഇന്നത്തെ ഒരു പ്രസന്റ് ആരൊക്കെ പ്രസന്റ് ആയി എന്നുള്ള ഒരു ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്തോളൂ. ഒരു സർവേ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമാണ് ഞാൻ തന്നിട്ടുള്ളത്. ഞാൻ അത് വേണമെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞുതരാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്തോളൂ. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളതും കൂടി ഇപ്പൊ ഒന്ന് കാണിക്കും. ഏതാ സാറേ നിങ്ങൾ ചെയ്ത്? ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് സർവേ ഹാർട്ടിന്റെ ലിങ്ക്.
സ്കില്ലപ്പിലാണോ? ചാറ്റിലാണ് ഇവിടെ സൂം ചാറ്റിലുണ്ട്. ഓക്കെ ആ ഓക്കെ. ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് ഇന്നത്തെ ഒരു സ്കില്ലായിട്ട് തരാൻ തോന്നുന്നു. അത് ആവശ്യമുള്ള ആളുകൾക്ക് ഒന്ന് പിന്നെ എസ് ടൈപ്പ് ചെയ്യുക, എസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. ആവശ്യമുള്ള ആളുകൾ എസ് ടൈപ്പ് ചെയ്യുക, വേണ്ടാത്ത ആളുകൾക്ക് നോ ടൈപ്പ് ചെയ്യുക, എൻ ടൈപ്പ് ചെയ്യുക. ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പിന്നെ പ്രസന്റേഷൻസിന് നമുക്ക് വേദിയൊരുക്കുകയും ചെയ്യാം ഈ ഒരു സെഷനിലൂടെ. അതുകൊണ്ട് നമ്മളോരോ വിഷയങ്ങൾ വേണമെങ്കിൽ ഒന്ന് പിന്നെ റെഫർ ചെയ്ത് വന്ന് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആർക്കെങ്കിലും അങ്ങനെ അടുത്ത ആഴ്ച ഞാനൊരു ടോപ്പിക് പ്രസന്റ് ചെയ്യാം എന്ന് പറയാൻ റെഡി ആയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് വെനസ്ഡേ നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു ഹാഫ് അവർ സെഷൻ ആര് ചെയ്യും? ഒരു പുതിയ ടോപ്പിക്ക്, പുതിയൊരു സ്കില്ല് ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സെഷൻ. വെറും AI ടെക്നിക്കൽ സ്കില്ല് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പക്ഷെ AI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് പിന്നെ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, ആർക്കെങ്കിലും റെഡിയാണോ? ഉണ്ടെങ്കിൽ പറയാം. സലീം സാറ് ട്രൈ ചെയ്താലോ? സാർ എനിക്ക് ആൻസർ പേപ്പർ നോക്കാണ്ട് കുറേ ആൻസർ പേപ്പർ നോക്കാണ്ട് സോറി, അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ നമുക്കൊരു സാർ. അസ്മാൻ നസ്രീൻ അല്ലേ അടുത്ത ആഴ്ച അല്ല ഒരു ജസ്റ്റ് ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യാം. എനിക്ക് ടെക്നോളജി ഒന്നും അറിയില്ലല്ലോ. ടെക്നോളജി വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ ലൈഫ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എന്ത് സംഗതികളും നമുക്കാവാം. ഉപകാരപ്പെടുന്ന ഏത് കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം. ടെക്നിക്കൽ സാധനങ്ങൾ മാത്രമല്ല. ഓക്കെ, ഫുഡ് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത് വേണമെങ്കിൽ ഞാൻ നോക്കാം. യെസ് മതി അല്ലേ? ഒരു ഫുഡ് പ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെ കുറിച്ച് അങ്ങനെ തന്നെ നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് പിന്നെ മുന്നേറുക എന്നുള്ള ഇതിൽ ഒരുമിച്ച് നമ്മൾ പ്രസന്റേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അത് നമ്മൾ ബാക്കിയുള്ളവർക്ക് പഠിക്കാൻ അവസരമാവുന്നു. ഓക്കെ, അതിനൊരു ടോപ്പിക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ഒരു ടോപ്പിക്കായിട്ട് പറയാൻ പറ്റുമോ? കലോറി മാനേജ്മെന്റ്. കലോറി മാനേജ്മെന്റ്. ഓക്കെ അല്ലേ? അങ്ങനെ ഒരു ടോപ്പിക്, ഒരു പുതിയൊരു വിഷയം നമുക്ക് കിട്ടിക്കൂടെ സാർ? തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി, വൈ നോട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെക്സ്റ്റ് വീക്കില് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ തോന്നുന്നു. പക്ഷെ നമുക്ക് ഓരോ വീക്കിലും AI-യുടെ എന്തെങ്കിലും ഓരോ ഇത് കിട്ടണോ? അത് നമുക്ക് കിട്ടാം, അത് നമുക്ക് റെഡിയാവും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി പിന്നെ സംഭവങ്ങള് നമ്മള് പിന്നെ ഞാൻ ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ കുറേശ്ശെ ആഡ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോ ഇപ്പൊ നിങ്ങൾ ഫില്ല് ചെയ്തല്ലോ, ആ ഫോം ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണോ? അങ്ങനെയെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മാത്രം അതിനെ കുറിച്ച് അറിയില്ല. അറിയാത്തവര് ഒന്ന് പറയും. അറിയാത്തവര് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്യാം. അറിയില്ല. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഞാൻ ആ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ആ സംഭവങ്ങൾ ജസ്റ്റ് കാണിക്കാം. ഞാൻ ഇപ്പൊ ചെയ്ത സംഭവം തന്നെ ഞാനിപ്പോ വെറും ഒരു 1 മിനിറ്റിനുള്ളിൽ ചെയ്തൊരു സംഭവമാണ്. ഇതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സർവേ ഹാർട്ട് എന്നാണ് ഈ ഒരു സൈറ്റിന്റെ പേര്, surveyheart.com. ഇത് നിങ്ങൾക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും കുറച്ചുകൂടി ഗൂഗിൾ ഫോമിനേക്കാളും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരുന്നോ? സ്ഥിരം കാണുന്ന ആ ഗൂഗിൾ ഫോമിന്റെ പേജിനേക്കാളും
ആ ഹാ ഹാ അല്ലേ? യെസ് യെസ്. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അതിന്റെ ലിങ്ക് അല്ലെങ്കിൽ പിന്നെ ആപ്പ് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ വെച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിന്റെ ക്രിയേറ്റ് ഫോം എന്ന് പറഞ്ഞ പേജിലേക്ക് എത്തും. യെസ്, ക്രിയേറ്റ് ഫോം എന്ന് പറയുന്ന പേജിലേക്ക് എത്തും. നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ക്രിയേറ്റ് ഫോം ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതേ പേജാണ് നമുക്ക് ഇവിടെ വ്യൂ ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ ഇതിന്റെ ഒരു മൊബൈൽ വ്യൂ എങ്ങനെയാണെന്ന് ലൈവായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ സ്കില്ലപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു 1000 വേർഡ്സ് വരെ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പൊ ഒരു പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാമിന്റെ പിന്നെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിന് അത് എങ്ങനെയാണ് ഡിസ്പ്ലേയിൽ വരിക എന്നുള്ളത് വരും. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് മൊബൈൽ വ്യൂ, ഇത് ടാബ് വ്യൂ, ഇത് സിസ്റ്റം വ്യൂ. ആ 3 വ്യൂ നമുക്കിവിടെ കാണാൻ കഴിയും. അതിനുശേഷം ആഡ് ക്വസ്റ്റ്യൻ വീണ്ടും കൊടുക്കുന്നു. ഈ ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള സൗകര്യം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള സംഭവമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ നമ്മള് പേരാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഷോർട്ട് ആൻസർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അവിടെ നെയിം ഓൾറെഡി തന്നെ അവിടെ വന്ന് കിടക്കുന്നുണ്ട്, നെയിം എടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇത് ഓണാക്കി കൊടുത്താൽ നിർബന്ധമായിട്ട് ഇത് പൂരിപ്പിക്കണം. പൂരിപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ആ ഓപ്ഷൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇനി ഷോർട്ട് ആൻസർ അല്ല, ലോങ് ആൻസർ ആണെങ്കിൽ ഇമെയിൽ നമ്പർ അതിലേക്കൊക്കെ സ്വിച്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും പ്ലസ് അടിക്കുന്നു, അടുത്ത സെക്ഷൻ ആഡ് ചെയ്യുന്നു. ഇനി അടുത്ത നമുക്ക് വേണ്ടത് മൊബൈൽ നമ്പർ ആണ്. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും പ്ലസ് അടിച്ചിട്ട് മൊബൈൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, മൊബൈലിൽ സെറ്റ് ചെയ്തു. അപ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ റെഡി ആയി വന്നു. ഇനി ഈ പ്ലസ് അടിക്കില്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റും കൊടുക്കാം. അപ്പൊ ഇത് നേരെ എന്ത് ചെയ്യും, താഴെ റിപ്പീറ്റ് ചെയ്യും. ഇവിടെ ഞാനത് എന്ത് ചെയ്തു, പ്ലേസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് ഞാൻ പ്ലേസ് കൊടുത്തു. അപ്പോൾ ഞാൻ പ്ലേസ് പോലുള്ള കാര്യങ്ങൾ ഷോർട്ട് ആൻസർ ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ ഞാൻ റേറ്റിംഗ് ആണ്. അതായത് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ വരുന്നുണ്ട്. കേട്ടോ, ഇവിടെ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടുഡേസ് സെഷൻ എന്ന് കൊടുത്തു. അവിടെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ബെസ്റ്റ്, നോട്ട് ഗുഡ്, ന്യൂട്രൽ, ഗുഡ്, വെരി ഗുഡ്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഓപ്ഷൻസ് പേരുകൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പേരുകൾ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിർത്താം. അത് റെക്കോർഡ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ ഷോർട്ട് ആൻസർ നോക്കി, നമ്പർ നോക്കി, ഈ റൈറ്റിംഗ് നോക്കി. നമ്മൾ വേറെയും ചില ഓപ്ഷൻസ് ഉണ്ട്. അതിപ്പോ എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ക്വിസ് നടത്തണം, അപ്പൊ 4 ഓപ്ഷൻ വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ചോയ്സ് ആഡ് ചെയ്യാം. ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പൊ ഞാൻ ചെക്ക് ബോക്സ് എന്തിനാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾ ചെക്ക് ഇത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. അപ്പോ യുവർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് എന്നെ ചോദ്യം കൊടുക്കുക. അപ്പോ നിങ്ങളുടെ സ്കില്ല് റൈറ്റിംഗ് ഒരു സ്കില്ലാണ്. റൈറ്റിംഗ് ഞാൻ ഇട്ട് കൊടുത്തു. അടുത്ത വീണ്ടും ഞാൻ ഇവിടെ പ്ലസ് ബട്ടൺ നോക്കിയിട്ട് ഞാൻ പറയാണ് റീഡിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഓരോന്നും ഒന്നിലധികം ഓപ്ഷനുകൾ ടിക്ക് ചെയ്യാൻ പറ്റും. അതാണ് ചെക്ക് ബോക്സിന്റെ പ്രത്യേകത. അതേസമയത്ത് ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാല് പിന്നെ ഉദാഹരണമായിട്ട് ജെൻഡർ കൊടുക്കണം. അപ്പോൾ മെയിൽ ഫീമെയിൽ, അപ്പൊ താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരും, നമുക്കതൊന്ന് പിക്ക് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഓപ്ഷനാണ് അത് വരുന്നത്. പിന്നെ ഇതില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലി സംഭവമാണ്. ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്റ്റോ മറ്റേ അപ്ലോഡ് ചെയ്യാൻ കോളം സെറ്റ് ചെയ്യണമെങ്കിൽ അതും സെറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ബേസിക് ആയ ചോദ്യങ്ങളൊക്കെ ആയി നേരെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വേറെ കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ നോർമലി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കൺട്രോൾ സംബന്ധമായിട്ട് ഇപ്പോൾ മൾട്ടിപ്പിൾ റെസ്പോൺസിന് അവസരം കൊടുക്കണോ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. വേറെ ആരെങ്കിലും ഇതിലേക്ക് കൊളാബ് ചെയ്യിക്കണോ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ കാണിക്കാം. അത് തുറന്നു വരുന്ന സമയത്ത് ലോഗോ കാണിക്കാം. ഈ പൂരിപ്പിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ വരേണ്ട ലെറ്റർ ഇവിടെ സ്റ്റാർട്ടാണുള്ളത്. അവിടെ നമുക്ക് വേണമെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഫില്ലപ്പ് എന്നോ അതല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം എന്തെങ്കിലും. പിന്നെ അതായിരിക്കും അവിടെ തുറക്കുമ്പോൾ വരിക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ജസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്യാം. ഇത്രേ പണിയുള്ളൂ. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കൊരു പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ.
അതില് ഇത് ഫോമാണ്. ഇനി കിസ് വേറെ തന്നെ കാറ്റഗറിയാണ്. കിസില് പിന്നെ നമുക്ക് മേക്ക് കിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ റൈറ്റ് ആൻസർ ഇവിടെ സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ വരും. നേരത്തെ ഓപ്ഷൻ ഒന്നും ഇപ്പോൾ ഇവിടെ അല്ല. എന്ത് ഇത് അപ്പൊ നമ്മള് നേരെ എന്ത് ചെയ്യാം, ചോദ്യം സെറ്റ് ചെയ്യുക, അതിന്റെ ഓപ്ഷൻസ് സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ സെക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തതിനു ശേഷം പിന്നെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പേജിലാണ് പിന്നെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിനിടയിൽ ഒരു പിന്നെ സെക്ഷൻ ആയിട്ട് ഇത് വേർതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇതിന്റെ അകത്തുണ്ട്. ഇത്രേ ഉള്ളൂ, വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എനിവേ എല്ലാവർക്കും പിന്നെ പ്രത്യേകം ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതിന് നന്ദി. ഇനി നിങ്ങളുടെ ഒരു പിന്നെ ജസ്റ്റ് 1-2 ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൃത്യം 10 മണിക്ക് തന്നെ അവസാനിപ്പിക്കാം. 1 അവർ മാത്രമേ ഇതിന് നമ്മൾ മാറ്റി വെക്കുന്നുള്ളൂ. അടുത്ത സെഷൻ അരമണിക്കൂർ നമുക്ക് അസ്മാനസ് സംസാരിക്കും. കലോറി മാനേജ്മെന്റ് ആണ് ടോപ്പിക്. ഓക്കെ, ജസ്റ്റ് അതിന് മുമ്പ് അതൊക്കെ നോക്കി വന്നാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എല്ലാവരും. ഓക്കെ, നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. 1-2 ആളുകൾ ജസ്റ്റ് ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ആയിഷ ഒന്ന് കൺക്ലൂഡ് ടോക്ക് നടത്തണം കേട്ടോ. കൺക്ലൂഷൻ ആരാണ്? 1-2 ആളുകൾ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് പറയാം. Hi, good evening all. Suhair sir and other team members. Special congratulations to Suhair sir because it was a wonderful session. We got many informations regarding how to lead the 21st century skills. Okay, critical thinking, creativity, collaboration and communication. Above all, അത് കൂടാതെ തന്നെ നമ്മൾക്ക് അറിയേണ്ട, അതായത് നമുക്ക് പലപ്പോഴും ഈ സർവേ പാട്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നി. വരും ദിവസങ്ങളിൽ അത് സ്കൂളുകളിലും ആവശ്യങ്ങളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സെഷൻ വളരെ നന്നായിരുന്നു സർ. ഓക്കെ, സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു ഓൾ. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് സംസാരിക്കണ്ടെങ്കിൽ സംസാരിക്കാം. നമ്മള് ഒരു പിന്നെ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ആയിഷ ഷബീബ് പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ സ്കില്ല് ഒരു 3-day റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ് ആയിട്ട് തന്നെ നമ്മള് ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ബാച്ച് ജനുവരി ലാസ്റ്റ് സാറ്റർഡേ സൺഡേയോടനുബന്ധിച്ച് കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം പ്രോഗ്രാമുകൾ ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ പരിചയത്തിൽ അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ പ്രയോജനപ്പെടുത്താം. നമ്മുടെ ടീമാകുമ്പോൾ അതിൻ്റെതായ ഒരു പരിഗണനയും നമുക്ക് തരാൻ പറ്റും. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കിട്ടണമെങ്കിൽ അതിന് നമുക്ക് അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രോംപ്റ്റിങ് അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം കൂടി നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അതിനെക്കുറിച്ച് അറിയാനും കൂടുതൽ ഒരു ഡെപ്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പോകാനുള്ള അവസരം കൂടി ഉണ്ടാവും. ഈ പ്രോഗ്രാമിലേക്ക്, ഈ ഫ്രീ സെഷനിലേക്ക് നിങ്ങൾക്ക് മാക്സിമം ആളുകളെ അടുത്ത ആഴ്ചയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇതൊരു ഫസ്റ്റ് സെഷൻ ആയത് കാരണമാണ് കുറവ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്ത ആളുകളെ എല്ലാവരും ഒരു 10 പേരെങ്കിലും ഈ ഒരു ഫ്രീ സെഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോ പിന്നെ എന്താണെങ്കിലും ഒരു പുതിയൊരു നോളജ്, പുതിയ സ്കില്ലുകൾ നമുക്ക് ഈ ഒരു സെഷനിലൂടെ തീർച്ചയായും കിട്ടും. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് ഉപകാരമുള്ള വിജ്ഞാനങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൂട്ടായ്മ വിജയിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നാണ് തോന്നുന്നത്. എനിക്കെന്തായാലും ഇന്നത്തെ സെഷൻ നല്ല ഉപകാരമായിട്ടാ തോന്നിയത്. കാരണം ഞാൻ തീരെ ഇപ്പോഴത്തെ കുട്ടികളായിട്ട് നോക്കുമ്പോൾ തീരെ അഡ്വാൻസ്ഡ് ആയിട്ടില്ല. അപ്പോ എനിക്ക് നല്ല ഉപകാരമായിട്ടാ തോന്നിയത്. എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കൂടെ ഇനിയൊരു പുതുവർഷം, പുതിയൊരു തുടക്കം എല്ലാവർക്കും തരട്ടെ എന്ന് ആശംസിക്കുന്നു.